മൂന്നാം വട്ടം അധികാരത്തിലേറിയ മോദി സർക്കാരിന് എന്തുകൊണ്ടോ കഷ്ടകാലം ഒഴിയുന്നില്ല. മോദി സർക്കാരിനെതിരെ ആദ്യ വെടിപൊട്ടിച്ചത് അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്ന RSS തന്നെയായിരുന്നു. മോദി അമിത്ഷാ കൂട്ടുകെട്ടിലേക്ക് രാജ്യഭരണം പോകുന്നുവെന്ന് തിരിച്ചറിഞ്ഞതിനാലാവണം RSS മോദിക്കെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ചത്. ഒപ്പം മറുവശത്ത് രാഹുൽ ഗാന്ധി എന്ന പുതിയ പ്രതിപക്ഷ നേതാവിന്റെ ഉദയവും രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ടേമിൽ നിന്ന് വ്യത്യസ്തമായി മോദിക്ക് ഇക്കുറി ഏറെ ഭയക്കാനുണ്ട്. കാരണം പഴയ പപ്പുമോൻ ഇമേജിൽ നിന്ന് മാറി രാഹുൽ തഴക്കവും പഴക്കവും വന്ന ഒരു നേതാവിലേക്ക് പരകായ പ്രവേശം നടത്തിക്കഴിഞ്ഞു. ശക്തമായ പ്രതിപക്ഷം ഉള്ളതുകൊണ്ട് തന്നെ ഭരണം ഏകപക്ഷീയമായി കൊണ്ടുപോകാൻ ഇനി മോദിക്ക് കഴിയില്ല. അതിന്റെ തുടക്കം രാജ്യസഭയിൽ നിന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞു. രാജ്യസഭാ MP ജയാ ബച്ചനെ അപമാനിച്ചെന്ന് ആരോപിച്ച് രാജ്യസഭാ അധ്യക്ഷനും ഉപരാഷ്ട്രപതിയുമായ ജഗദീപ് ധൻഖറിനെതിരെ ഇംപീച്ച്മെന്റ് നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം. ഇത് സംബന്ധിച്ച പ്രമേയത്തിൽ പ്രതിപക്ഷ MPമാർ ഒപ്പുവയ്ക്കുന്ന നടപടിക്രമങ്ങൾ ഇതിനോടകം സഭയിൽ ആരംഭിച്ചിട്ടുണ്ട്. नंबर 4 श्रीमती जया अमिताभ बच्चन. थैंक यू सर. सर आपको अमिताभ का मतलब पता है ना? बदल दीजिए, बदला दूंगा. नहीं मैं एक सेकंड. I'm very proud of the association for marriage and my husband. I'm just saying. एक सेकंड. माननीय सदस्यगण, जो नाम इलेक्शन सर्टिफिकेट में आता है और जो यहाँ सबमिट किया जाता है उसके अंदर बदलाव की प्रक्रिया है और इस प्रक्रिया का लाभ मैंने खुद उठाया था 1989 में. वो बदलाव की प्रक्रिया हमने हर सदस्य. No sir, I'm very proud. I'm very proud of my name and my husband and his achievements. मैम आपको एक बात बताता हूं. And it signifies आभा जो मिट नहीं सकती. ജയാ ബച്ചനെ രാജ്യസഭയിൽ ചർച്ചയ്ക്ക് ക്ഷണിച്ചപ്പോൾ ജയ അമിതാഭ് ബച്ചൻ എന്ന് ജഗദീപ് ധൻഖർ അഭിസംബോധന ചെയ്തതിനെ തുടർന്നാണ് പ്രതിപക്ഷം പ്രതിഷേധമുയർത്തിയത്. രാജ്യസഭാ അധ്യക്ഷൻ തന്നെ അപമാനിച്ചെന്നും തന്നോട് മാപ്പ് പറയാതെ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറില്ലെന്നും ജയാ ബച്ചൻ പറയുന്നു. തുടർന്ന് ജയാ ബച്ചനും ജഗദീപ് ധൻഖറും തമ്മിൽ സഭയിൽ രൂക്ഷമായ വാക്പോരുണ്ടായി. തന്നെ ആരും പഠിപ്പിക്കാൻ വരേണ്ടതില്ലെന്ന് ജഗദീപ് ധൻഖർ സഭയിൽ പ്രതികരിച്ചു. ജയ അറിയപ്പെടുന്ന കലാകാരിയായിരിക്കാം, എന്നാൽ സഭയുടെ അച്ചടക്കം ബാധകമാണെന്നും ധൻഖർ പറഞ്ഞിട്ടുണ്ട്. പ്രതിഷേധത്തെ തുടർന്ന് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയതും നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് ഇംപീച്ച്മെന്റ് നടപടിയിലേക്ക് പ്രതിപക്ഷ കക്ഷികൾ കടന്നത്. 14 ദിവസം മുമ്പെങ്കിലും പ്രമേയം സമർപ്പിക്കണമെന്ന് ചട്ടമുള്ളതിനാൽ നിലവിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഇംപീച്ച്മെന്റ് അവതരിപ്പിക്കാൻ സാധ്യതയില്ലെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ഈ അവസരത്തിൽ ഉപരാഷ്ട്രപതി കസേരയിൽ നിന്ന് ധൻഖറെ എങ്ങനെ ഇംപീച്ച് ചെയ്യാനാവുമെന്നും നോക്കേണ്ടതുണ്ട്. ഭരണഘടനാ വ്യവസ്ഥകളുടെ ലംഘനത്തിനോ തെറ്റായ പെരുമാറ്റത്തിനോ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ നീക്കം ചെയ്യാൻ രൂപകൽപ്പന ചെയ്യപ്പെട്ട ഭരണഘടനാ സംവിധാനമാണ് ഇന്ത്യയിൽ ഇംപീച്ച്മെന്റ്. പബ്ലിക് ഓഫീസുകളുടെ സമഗ്രതയും ഉത്തരവാദിത്വവും നിലനിർത്താൻ ഉദ്ദേശിച്ചുള്ള സങ്കീർണവും അതേസമയം അപൂർവമായി മാത്രം ഉപയോഗിച്ചിട്ടുള്ളതുമായ ഒരു പ്രക്രിയയാണിത്. ഉപരാഷ്ട്രപതിക്കെതിരായ ഇംപീച്ച്മെന്റ് പ്രമേയം സാധുവാകണമെങ്കിൽ അത് ഭരണഘടനാ ലംഘനം അടിസ്ഥാനമായിട്ടുള്ളതായിരിക്കണം. ആരോപണങ്ങൾ ഗുരുതരവും തെളിവുകളുടെ അടിസ്ഥാനത്തിലുമായിരിക്കണം. ഈ സാഹചര്യത്തിൽ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖറിന്റെ പെരുമാറ്റം എങ്ങനെയാണ് ഭരണഘടനാ ലംഘനമാകുന്നതെന്ന് പ്രതിപക്ഷം തെളിയിക്കേണ്ടതുണ്ട്. അതിന് 5 ഇനത്തിൽപ്പെട്ട മാനദണ്ഡങ്ങളും പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: രാഷ്ട്രപതി ചെയർപേഴ്സണായി പ്രവർത്തിക്കുന്ന രാജ്യസഭയിൽ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. രാജ്യസഭയിലെ മൊത്തം അംഗങ്ങളുടെ 20% പ്രമേയത്തിൽ ഒപ്പിടേണ്ടതുണ്ട്. പ്രമേയം അംഗീകരിച്ചു കഴിഞ്ഞാൽ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കും. പാർലമെന്റിന്റെ 2 സഭകളിലെയും അംഗങ്ങളും സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഉള്ള ഒരു ജഡ്ജിയും അടങ്ങുന്നതാണ് സമിതി. സമിതിയുടെ റിപ്പോർട്ട് രാജ്യസഭയിൽ അവതരിപ്പിക്കും. റിപ്പോർട്ട് ആരോപണങ്ങളെ പിന്തുണയ്ക്കുന്നതാണെങ്കിൽ പ്രമേയം സഭയിൽ ചർച്ച ചെയ്യാം. രാജ്യസഭയിൽ ഹാജരാകുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന മൊത്തം അംഗങ്ങളുടെ 3/2 ഭൂരിപക്ഷം പ്രമേയം അംഗീകരിച്ചാൽ പ്രമേയം പാസ്സാകും. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഇംപീച്ച്മെന്റ് പ്രക്രിയ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനാണ് ഈ ഉയർന്ന പരിധി ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യസഭ പ്രമേയം പാസ്സാക്കിയാൽ അത് പിന്നീട് ലോക്സഭയിലേക്ക് അയക്കും. ലോക്സഭയിൽ 3/2 ഭൂരിപക്ഷത്തിൽ പ്രമേയം അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സായാൽ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം നീക്കം ചെയ്യപ്പെടും. ഇത് പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് വരെ സഭയുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നതും എടുത്തു പറയേണ്ടതാണ്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഭരണഘടന നിലവിൽ വന്ന ശേഷം ഉപരാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്ന ഒരു സാഹചര്യവും രാജ്യത്ത് ഉണ്ടായിട്ടില്ല എന്നതാണ്. മാത്രമല്ല, ഉപരാഷ്ട്രപതിക്കുള്ള ഇംപീച്ച്മെന്റ് നടപടിക്രമം രാഷ്ട്രപതിയുടേതിന് സമാനവുമാണ്. ഒരു ഇന്ത്യൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇതുവരെ ഇംപീച്ച് ചെയ്യപ്പെട്ടിട്ടില്ല.